യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 51 അധ്യായം 1-2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കിൻ. വായിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും, യെശയ്യാ പ്രവചനം 51:1-2, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അവനെ വിളിച്ച് ഞാൻ അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. പിതാവേ, സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരുടെ മൈൻഡിനെ പിശാച് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിന്റെ ആഴം പിടികിട്ടാതെ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ അവര് വെറുതെ കേട്ടിരിപ്പുണ്ട്. അവരെ ഒന്ന് തൊടണേ ദൈവാത്മാവേ. അവരുടെ ഈ അവസ്ഥ മാറണം പിതാവേ. ഈ സിറ്റുവേഷൻ ചേഞ്ച് ആകണം കർത്താവേ. ഒരു വ്യക്തിയെ വചനത്തിനും പരിശുദ്ധാത്മാവിനും രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അവനെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല കർത്താവേ. വചനം കേട്ടിട്ടും രക്ഷപ്പെട്ടില്ലെങ്കിൽ, വചനം കേട്ടിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ, അപ്പൊ ഇനി ഒരു കൗൺസിലർക്കും പുള്ളിയെ വിടുവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരുടെ അകത്ത് ഇത് ആഴമായിട്ട് തിരിച്ചറിയാനും അവരുടെ ജീവിതം അഭിവൃദ്ധിയിലെത്തുവാനും സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. In Jesus' name I pray. Amen. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇസഹാക്കിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ ചെരുപ്പില്ലാതെ, പേഴ്സില്ലാതെ അയച്ചിട്ടും നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നിനും ഒരു കുറവ് ഉണ്ടായില്ല കർത്താവേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞെങ്കിൽ ഒന്നിനും ഒരു കുറവും വരുത്താത്ത ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിയ സന്തതി, ലിസൺ. ആരെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടിയോ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചാലും, അബ്രഹാമിയ സന്തതി എല്ലാ വിടുതലുകൾക്കും അവകാശിയാണ്, അടിമയല്ല. ഒന്ന് പറഞ്ഞ്, ഞാൻ അവകാശിയാണ്, അടിമയല്ല. സൂമിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, അവർ പറഞ്ഞു, ഞാൻ അവകാശിയാണ്, അടിമയല്ല. മിണ്ടുന്നില്ല ചിലര്. ഞാൻ അവകാശിയാണ്, ഞാൻ അടിമയല്ല. 2-3 തവണ പറഞ്ഞേ. മൈക്രോഫോൺ എന്നെടുത്ത് പറഞ്ഞ്, ഞാൻ അവകാശിയാണ്, അടിമയല്ല. Thank you Jesus. Amen. Amen. ഞാൻ അവകാശിയാണ്, അടിമയല്ല. ജീസസ്. പറഞ്ഞ, ഞാൻ അടിമയല്ല, ഞാൻ ഉടമയാണ്. ജീസസ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ ശുശ്രൂഷിച്ചപ്പം പല വിടുതലുകളും പലർക്കും കൊടുത്തിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് 18 സംവത്സരം ഒട്ടും നിവരാൻ കഴിയാത്തൊരു കൂനയായ സ്ത്രീ പള്ളിക്കകത്തുണ്ടായിരുന്നു. 18 വർഷം ആ സ്ത്രീ പള്ളിക്കകത്തിരിക്കുമ്പോൾ, ലൂക്കോസ് 13-ലാണ്. ലൂക്കോസ് 13-ന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു ജീസസ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. മെനഞ്ഞാൻ തന്നെ ഒരു സഹോദരൻ മെസ്സേജ് കഴിഞ്ഞിട്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ സഭയിലെ തന്നെ ഒരു പാസ്റ്റർ, 3 പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ചർച്ചിൽ, വളരെ ഫയറായിട്ട് അനോയിന്റഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റർ നമ്മുടെ ചർച്ചിൽ തന്നെ, ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്നത്തെ മെസ്സേജ് കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ എഴുന്നേറ്റ് നിന്ന് പ്രാപിക്കുകയായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ സൂമി നോക്കുമ്പം ഉറങ്ങുന്നവരും അതിനകത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സായിപ്പല്ലാത്തോണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യം ഏതെങ്കിലും ഇംഗ്ലീഷ് പ്രീച്ചേഴ്സാണ്, സായിപ്പന്മാരാണ് പറയുന്നതെങ്കിൽ എന്തുവായിരുന്നു ഇന്ന്. ഞാനൊരു സത്യമായ കാര്യം പറയുന്നു. നമ്മുടെ ആൾക്കാരുടെ മുൻവിധികൾ
നമ്മുടെ ആൾക്കാരുടെ മാർക്കുകൾ അവരുടെ അനുഗ്രഹങ്ങളെ കളയുന്നു. അവരൊരിക്കലും ആ പ്രീച്ചറുടെ ബ്ലെസ്സിങ് അല്ല കളയുന്നത്. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഒരു സംശയം വേണ്ട. ഞാൻ അവിശ്വസിച്ചാൽ അതിന്റെ ഫലം ഞാൻ അനുഭവിക്കും. ഞാൻ തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചിരിക്കും. പക്ഷെ ഞാൻ എന്ത് വിശ്വസിക്കുന്നോ അതിന്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇത് തന്നെയാണ് നിങ്ങൾക്കും ദ സെയിം തിങ്. നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്തിരിക്കും. ബിലീവ്, 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 ബിലീവ്. നിബന്ധനകളെ തകർത്താണ് ബന്ധനം അഴിച്ചത്. ഒന്നുകൂടെ പറയാം ആ പദം. അന്ന് ശബത്ത് ദിവസമായിരുന്നു. നിബന്ധനയുണ്ടായിരുന്നു രോഗികളെ സൗഖ്യമാക്കിക്കൂടെന്ന്. നിബന്ധനയുണ്ടായിരുന്നു ഒരു പ്രവൃത്തിയും ചെയ്തുകൂടെന്ന്. നിബന്ധനകളെ തകർത്ത് അവളുടെ ബന്ധനത്തെ യേശു അഴിച്ചു. പള്ളിക്കാരെല്ലാം കൂടെ ഇളകി ബഹളം ഉണ്ടാക്കി. നീ എന്ത് കാര്യം ഇവിടെ ചെയ്തേ? ഇന്ന് ശബത്ത് ദിവസം നീ എന്തിനിവളെ സൗഖ്യമാക്കിയെന്ന് ചോദിച്ചപ്പം 1000 ഉത്തരമില്ലായിരുന്നു. ഒറ്റ ഉത്തരമേ യേശു കൊടുത്തോളൂ. ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ. ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? എന്താ അതിന്റെ അർത്ഥം? അബ്രഹാമിന്റെ സന്തതി ബന്ധനത്തിൽ കിടക്കാനുള്ളതല്ല. അബ്രഹാമിന്റെ സന്തതി അടിമയല്ല, അവൻ സകല നന്മയ്ക്ക് ഉടമയാണ്. അങ്ങനെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ആരായിരിക്കുന്നു? അബ്രഹാമിയ സന്തതികൾ, വിശ്വാസികൾ അത്രേ. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. ആരാ അബ്രഹാമിയ സന്തതി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വാസികൾ, ദൈവത്തിന്റെ മക്കൾ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കാരണം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് 19-ാം അധ്യായത്തിലെ സക്കായിയുടെ കാര്യം കിടക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ സക്കായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യേശുവിനോട്. കർത്താവേ, വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ പദം, കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് കൊടുക്കാം. അപ്പൊ ഈ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവൻ അബ്രഹാമിയ സന്തതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് ഗിവിങ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാ. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നാൽ, തന്റെ ദാസന്മാർ വന്നാലൊക്കെ അവരെ വീണ് നമസ്കരിക്കുമായിരുന്നു, അവരെ ഓണർ ചെയ്യുമായിരുന്നു. 2 വ്യക്തിത്വങ്ങൾ, ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വലിയ കാളയെ അറുത്ത് പാചകം ചെയ്ത് അവരെ പോഷിപ്പിച്ചു, കൊടുക്കുമായിരുന്നു, ഭക്ഷണം കൊടുക്കുമായിരുന്നു, സ്നേഹം കൊടുക്കുമായിരുന്നു. ലോത്തെന്ന് പറയുന്ന തന്റെ സഹോദരി പുത്രൻ നല്ല നീരോട്ടമുള്ള സ്ഥലവും വസ്തുക്കളും എല്ലാം എഴുതിയെടുത്തു മാറ്റുമ്പോൾ, അബ്രഹാമിന് അത് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അബ്രഹാം അവിടെയും പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ചരട് പോലും വേണ്ട എന്ന്, എനിക്ക് നിന്റെ ഒന്നും വേണ്ട എന്ന്. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുക, നീ കാണുന്ന സകല ഭൂമിയും നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്തതിക്കും ഞാൻ ശാശ്വതമായി കൊടുക്കൂന്ന് പറഞ്ഞു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗിവിംഗ് എന്ന് പറയുന്നത് കൊടുക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുക, ദൈവത്തെക്കാൾ വലുതായിട്ടൊന്നും കാണാതിരിക്കുക. ഇതെല്ലാം അബ്രഹാമിയ സന്തതികളുടെ പ്രത്യേകതയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീനെന്ന് ബൈബിളിൽ വാക്യം ഉണ്ടായതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി ആകുന്നില്ല. കൊടുക്കുക, ദൈവത്തെ മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കാൻ ചോദിക്കുമ്പോഴും താൻ ഏറ്റവും പ്രിയപ്പെടുന്നതിനെ പോലും ദൈവം ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സ് കാണിക്കുക. അവനാണ് അബ്രഹാമിയ സന്തതി, അവനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം
ഈ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം എടുത്തേ. 13-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യല്ലേ നമ്മൾ വായിച്ചോളൂ. 3ഉം 4ഉം വായിച്ചില്ലല്ലോ. അതുകൂടെ വായിച്ചെങ്കിൽ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 3ആം വാക്യം വായിക്കാവോ? അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വെള്ളി, പൊന്ന് ഈ വകയിലെല്ലാം പുള്ളി ഭയങ്കര റിച്ച് ആയപ്പോഴും, ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും പുള്ളി എന്തു മുടക്കിയില്ല? ആരാധന മുടക്കിയില്ല. പുള്ളി ഇതിനെയൊന്നും അല്ല ശ്രദ്ധിച്ചത്. അതെല്ലാം പുള്ളിയുടെ പുറകെ വന്നുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, സമ്പത്തല്ല പ്രശ്നം, ആ സമ്പത്ത് ലഭിച്ചവന്റെ മനോഭാവമാണ് പ്രശ്നം. ചിലരുടെ കയ്യിൽ കാശ് കിട്ടിയാൽ, ദൈവം എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ, എന്തെങ്കിലും ഒരു ഉയർച്ച, ഒരു നന്മ കൊടുത്താൽ, പിന്നെ ദൈവത്തെയും മറക്കും, ദൈവസ്നേഹവും മറക്കും, വന്ന വഴികളും മറക്കും, നടത്തിയ വഴികളും മറക്കും. എല്ലാരെയും മറന്നിട്ട് ഞാനെന്ന ഭാവത്തിൽ, ഒരു അഹങ്കാരത്തിന്റെ മനോഭാവത്തിൽ യാത്ര ചെയ്യും. പക്ഷേ മറന്നു പോകരുത്, അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും, സാമ്പത്തികമായി ഉയർത്തിയാലും, ആത്മീകമായി ഉയർത്തിയാലും, ശുശ്രൂഷയിൽ ഉയർത്തിയാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നാലും, ഒരിക്കലും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചയിൽ മറക്കരുത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചകളിൽ നാം ഒരിക്കലും മറന്നു പോകരുത്. ആ യാത്രയിലും അബ്രഹാം ദൈവത്തിന്, യഹോവയ്ക്ക് അവന്റെ നാമത്തിൽ അവൻ ആരാധന കഴിച്ചു. സ്തോത്രം. ആരാധന കഴിക്കുന്ന മാത്രമാണ്. അബ്രഹാമിയ സന്തതികളെല്ലാം ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം. അനുഗ്രഹിക്കപ്പെടാനുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്നതും, കൊടുക്കുന്നതും, ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നതുമൊക്കെ. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ, ജിജിപ്പാസ്റ്റർ, നമ്മളിപ്പോ വായിച്ചത് ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നതല്ലേ? നിങ്ങൾ നോട്ട് ചെയ്തോണം ഈ പോയിന്റ്. ഉൽപ്പത്തി 12 ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാം കേൾക്കുന്നത്. ഉൽപ്പത്തി 13 ആ അനുഗ്രഹം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ കാണുന്നത്. ഇനി ഉൽപ്പത്തി 14 എടുത്ത് ലഭ്യമായ അനുഗ്രഹങ്ങൾ, ലഭിച്ച നന്മകൾ നിലനിൽക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിച്ചപ്പോൾ ആ നന്മകൾ നിലനിൽക്കാനും അതിലൊരു നിലവാരമുണ്ടാകാനും അബ്രഹാം എന്താ ചെയ്തേ? 14-ന്റെ 18, 19, 20 വാക്യങ്ങൾ വായിച്ചേ. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ അവന് കൈമാറി. 13-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ, ഭൗതിക നന്മകൾ നിലനിൽക്കുവാനും ആ ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ അതും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടിയാക്കി മാറ്റുവാനും ഒരു യാഗമാക്കി തീർക്കുവാനും അബ്രഹാം എന്താ ചെയ്തത്? തന്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കീസേദെക്കിന് അബ്രഹാം എന്തു കൊടുത്തു? തനിക്ക് ലഭിച്ച സകലത്തിലും, ശകലമല്ല, തനിക്ക് ലഭിച്ച സകലത്തിലും, വായി തുറന്ന് പറഞ്ഞേ, സകലത്തിലും. and he gave him tithes of all. തനിക്ക് ലഭിച്ച എല്ലാത്തിലും അബ്രഹാം ദശാംശം കൊടുത്തു. ഈ സക്കായി എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ഞാൻ അത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ തന്നെ, മാനസാന്തരപ്പെട്ടപ്പോ തന്നെ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിയ സന്തതിയാകയാൽ ഇവന്റെ രക്ഷ വന്നിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വരുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് പഴയ നിയമമാണെന്ന്. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബൈബിൾ വായിക്കുന്നതിൽ സന്തോഷം ഉണ്ടെങ്കിൽ
7-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. മടങ്ങി വരുന്ന അബ്രഹാമിനെ ആരനുഗ്രഹിച്ചു? മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ. മൽക്കീസേദെക്ക് എപ്പോഴും ആ പുരോഹിതൻ പിതാവായ ദൈവത്തിന് നിഴലായി നിൽക്കുന്ന പുരോഹിതനാണ്, രാജാവാണ്. മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ ഒരു കിങ് ആണ്. അപ്പോ ആ മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ അബ്രഹാമിനെ ബ്ലസ് ചെയ്തു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് ഇനി ഒരു പാസ്റ്റർമാരെ ഒരു ബ്രദർമാരെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹാമിനെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവനെങ്കിലും അബ്രഹാമിന്റെ മീതെയുള്ള അബ്രഹാമിന്റെ പുരോഹിതന്റെ അനുഗ്രഹം അബ്രഹാമിനൊരു അനുഗ്രഹമായിരുന്നു. അവനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന് സകലത്തിലും 10 കൊടുത്തു. നീ അടുത്ത വാക്യം വായിച്ചേ. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ 10 കൊടുത്തുവല്ലോ. നിങ്ങൾ ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം പോലും തനിക്ക് ലഭിച്ച നന്മകളിൽ സാധനങ്ങളിൽ നിന്ന് 10 കൊടുത്തല്ലോ. 5-ാമത്തെ വാക്യം. ലേവിപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. ജനത്തിന്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന് ദശാംശം വാങ്ങുവാൻ ദൈവത്തിൽ നിന്ന് കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കുടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരങ്ങളോടുകൂടെ ആകുന്നത്. വായിക്കാം. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശവും വാങ്ങി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ ദശാംശം മേടിക്കുന്ന ശുശ്രൂഷകനായ ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തു. അപ്പൊ ലേവി എന്ത് കൊടുക്കുന്നു? ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? നമ്മുടെ ചർച്ചിന് കിട്ടുന്ന ദശാംശത്തിന്റെ, സഭയ്ക്ക് കിട്ടുന്ന ദശാംശം സഭ മാറ്റി വെക്കും. നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ, നമ്മുടെ ചർച്ചിൽ വരുന്ന ടൈത്തിന്റെ അതിന്റെ ടൈത്ത് മാറ്റിവെച്ച് മറ്റുള്ള ശുശ്രൂഷകളെയും ദൈവവേലയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം എല്ലാ ഫലത്തിനകത്തും ഒരു വിത്തുണ്ട്. ആ വിത്ത് ഭക്ഷിക്കാനുള്ളതല്ല, ആ വിത്ത് വിതയ്ക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഇത് അബ്രഹാം ചെയ്തു. ഇനി ഈ അനുഗ്രഹം, ഇനി ലിസൺ, ഇതൊരു ഭയങ്കര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാ സഹോദരങ്ങളെ. വചനത്തിൽ നിന്ന് ഈ ബ്ലസ്സിങ്സ് ജനറേഷണൽ ബ്ലസ്സിങ്സ് ആകുവാൻ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 12-13 വചനങ്ങളിൽ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്കാരാണ്? അബ്രഹാമിന്റെ മകനാണ്. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ ആരെ അനുഗ്രഹിച്ചു? അബ്രഹാമിന്റെ സന്തതിയായ, തനിക്ക് ലഭിച്ചതിൽ നിന്ന് കൊടുക്കുവാൻ മനസ്സ് കാണിച്ച തന്റെ തലമുറയായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്കും കൊടുത്തു. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട്. ഇസഹാക്കും ടൈറ്റ് ചെയ്തു, ഐസക്കും ടൈറ്റ് ചെയ്തു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. എനിക്ക് ആ പദം ഭയങ്കരമായ ചിന്തിപ്പിച്ചൊരു വേർഡാണ്.
അവനെ ദൈവം വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി തീർത്തു. ആർക്കെങ്കിലും അസൂയുണ്ടോ? അസൂയുണ്ടെങ്കിൽ ആ അസൂയ ദൈവത്തോട് തീർക്കണം. ആർക്കെങ്കിലും അസൂയുണ്ടോ? അസൂയുണ്ടെങ്കിൽ അത് ദൈവത്തോടുള്ള അസൂയയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു സത്യം ഞാൻ പറയാം. ഇസഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. വാ തുറന്ന് പറയാമോ? വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. വാ തുറന്ന് പറഞ്ഞ് വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 അർത്ഥങ്ങൾ ഇതിനുണ്ട്. മത്തായി 6:26, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. മത്തായി 6:26 വായിച്ചു. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല. വിതയ്ക്കാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കൊയ്യുന്നില്ല. കൊയ്യാത്ത കാര്യം കൊണ്ട് അവർക്ക് എന്തില്ല? കളപ്പുരയില്ല. കളപ്പുരയില്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നില്ല? ഒന്നും കൂട്ടി വെക്കാനും ഇല്ല. ഇത് 2 അർത്ഥത്തിൽ ഞാൻ പറയുന്നു. ഒന്നാമത്തെ അർത്ഥം, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ പുലർത്തുവാൻ മതിയായവനാണ്. ഏതൊരവസ്ഥയിലും നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ളവനാണ്. എന്നാൽ മറ്റൊരർത്ഥം മറുഭാഗത്തുനിന്ന് പറയാം, വിതയ്ക്കുന്നവർക്കേ കൊയ്യാൻ കഴിയുകയുള്ളൂ, കൊയ്യുന്നവനെ കളപ്പുര ഉണ്ടാകുകയുള്ളൂ, കളപ്പുരയുള്ളവനെ കൂട്ടിവെക്കാൻ കിട്ടുകയുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് കൂട്ടിവെക്കാനും എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ, കളപ്പുരകൾ ഉണ്ടാകണമെങ്കിൽ, കൊയ്യുവാൻ കഴിയണമെങ്കിൽ വിതയ്ക്കുവാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ദൈവം തന്നത്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വിതയ്ക്കുന്നവർ മാത്രമേ കൊയ്യത്തുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ.